ദേ ഇന്നലത്തെ കാറ്റിൽ ഉള്ള സെറ്റപ്പാണ് ഇത്. ആ മുരിങ്ങയിലെ സകല ഇലകളും ഇതിനകത്തേക്ക് വീണ് ചീഞ്ഞ് അളിഞ്ഞിരിപ്പുണ്ട്. ദേ ഒരു മീനും ചത്ത്. അപ്പോൾ ഇതിനെല്ലാം ക്ലീൻ ചെയ്ത് മാറ്റണം. അതാണ് ഇന്നത്തെ ദൗത്യം. അപ്പോൾ ആദ്യം തന്നെ കുറേ കരിഞ്ഞ ഇലകളുണ്ട്, അത് വെട്ടിക്കളയുക. ഏത് ഇല വെട്ടിയാലും എനിക്ക് ഇത്ര സന്തോഷം കിട്ടാറില്ല. ഈ താമരയുടെ ആമലിൻ്റെയൊക്കെ വില കിട്ടുമ്പോൾ എന്നൊരു ഒച്ച കേൾക്കും. അത് നല്ലൊരു സാറ്റിസ്ഫാക്ഷനാണ്. അപ്പം നമ്മൾ തുണി മടക്കി വെക്കുന്നത് പോലെ ഇങ്ങനെ പുതിയ ഇലകൾ ഒതുക്കി വെക്കണം. താഴത്തെ ഇലകൾ മൊത്തം ചീഞ്ഞതും കരിഞ്ഞതൊക്കെ ആയിരിക്കും. അത് കൃത്യമായിട്ട് വെട്ടിക്കളഞ്ഞില്ലെങ്കിൽ അത് ഇങ്ങനെ ഇരുന്ന് ചീഞ്ഞ് അളിഞ്ഞ് പിന്നെ അത് വെള്ളവും ചീത്തായി മീനും ചാവും. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് അത് ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഇത് ഇങ്ങനത്തെ അവസ്ഥ വെച്ച് കണ്ട ചീഞ്ഞ് പൂപ്പൽ പോലെ വന്ന് ആകെ അതങ്ങ് നശിഞ്ഞു പോകും. അപ്പോൾ ഇതേ ഒരു 3-4 ദിവസം നോക്കാതെ ആയപ്പോൾ തന്നെ ആമ്പൽ അതിൻ്റെ സ്വഭാവം എടുത്തു. ആകെ ചീഞ്ഞ് അളിഞ്ഞ് കുറേ മീനിനെയും കൊന്ന് അലമ്പായി. അപ്പോൾ ഇന്നലെ ഒരു കാറ്റ് വീശിയതുകൊണ്ട് ഞാനിപ്പോൾ ഇത് ക്ലീൻ ചെയ്യാണ്. അപ്പോൾ ആദ്യം തന്നെ കരിഞ്ഞതൊക്കെ ഞാൻ വെട്ടിക്കളഞ്ഞു. പിന്നെ ചീഞ്ഞ ഇലകളാണ് അടുത്തത്. അപ്പോൾ ഓരോ ചീഞ്ഞ ഇലകളൊക്കെ വെട്ടി ഓരോന്നോരോന്ന് മാറ്റുകയാണ്. കുറേ ഇത്ര പേരത്തെ ഇലയുണ്ടെന്ന് വിചാരിച്ചില്ല. അടിയിൽ കുറേ ഉണ്ട്. അപ്പോൾ ഞാൻ കോരിക്കളയാനായിട്ട് വീട്ടിലെ ചായ ഇരിക്കണ അരിപ്പയാണ്. ഇതിൻ്റെ അരിപ്പ കുറേ തോളം വീണ് ചീത്തയായിപ്പോൾ. ഇനി പുതിയതൊരെണ്ണം മേടിക്കണം. അപ്പോൾ ഇതുകൊണ്ടും അങ്ങോട്ട് നടപടിയായില്ല. അത്ര എളുപ്പമൊന്നുമല്ല കാണുന്നത് പോലെ. അങ്ങനെ അത് കോരിയിട്ട് പോകുന്നില്ല. പിന്നെ നമ്മുടെ കൈ തന്നെ ഉപയോഗിക്കേണ്ട വന്നു. കൈ വെച്ച് ശക്തമായി വലിച്ച് ഞാനത് കളഞ്ഞു. അങ്ങനെ ഫുൾ ക്ലീൻ ചെയ്തു. ഇങ്ങനെ പൈപ്പ് വെച്ച് അടിച്ച് കഴിയുമ്പോൾ മുകളിലത്തുള്ള കരിയിലകളൊക്കെ പോയി കാണും. പിന്നെ അത് ഇതിലിത്തിരി സൂക്ഷിച്ചൊഴിക്കണം, കാരണം മീനുണ്ട്. അങ്ങനെ വെള്ളമൊക്കെ ഫില്ല് ചെയ്തു. ഇതാണ് ഇപ്പോൾ പുതിയ ലുക്ക്.